ഹലോ സുഹൃത്തുക്കളെ, കപ്പയും ബോട്ടിയും. ലൊക്കേഷൻ എവിടെയാന്നല്ലേ? വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ അത്താണി കഴിഞ്ഞ് കെലട്രോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കെലട്രോൺ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു തട്ടുകടയുണ്ട്. സമയം രാത്രി 10 മണി കഴിഞ്ഞു കേട്ടാ. നേരെ കടയിൽ കയറി ഒരു കപ്പയും ബോട്ടിയും ഓർഡർ ചെയ്തു. കപ്പയും ബോട്ടിയും അടിപൊളിയായിട്ടുണ്ട്. ലിവറും ബീഫും ബീഫ് റോസ്റ്റും ചപ്പാത്തിയും ദോശയും പൊറോട്ടയും എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു കടയാണ്. ചായയും കോഫിയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ റോസ്റ്റും അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. എല്ലാം കൂടെ കിട്ടുന്ന ഒരു കടയും കൂടിയിട്ടാണ്. ഈ കടയിൽ ഒന്ന് കേറിക്കോട്ടാ. തൃശ്ശൂർ വഴിക്ക് വരുന്നവര് വടക്കാഞ്ചേരി കഴിഞ്ഞ് ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ അത്താണി കഴിഞ്ഞിട്ട് കെലട്രോൺ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടുള്ള ഒരു കടയാണ്. ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന ഒരു കടയാണ്. അടിപൊളിയായിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. അധികം റേറ്റും ഇല്ല കേട്ടോ. അധികം റേറ്റും കുറവാണ്. റേറ്റ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അടിപൊളിയാണ്. അതിൽ ഒരിക്കലും മോശം പറയാനില്ല. കണ്ടോ, അതാ കപ്പയും ബോട്ടിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. കപ്പ കല്ലിലേക്ക് ഇട്ടുട്ടാ. ഈ നേരെ ഒരു രണ്ട് കയ്യില് ബോട്ടിയം അതിലേക്ക് ഇടും. അതിന്റെ ഗ്രേവിയും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യും. കുറച്ച് സവാളയും കുറച്ച് സംഭവം അടിപൊളിയാട്ടാ. ഈ കട മിസ് ചെയ്യരുതേ. ഈ വഴിക്ക് വരുമ്പോ ഒന്ന് കേറിക്കോ. ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് സവാള ചോദിച്ചപ്പോ വീണ്ടും ചേട്ടൻ കൊണ്ടിട്ട് വന്നുട്ടാ. ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. എന്നിട്ട് രണ്ടാക്കി. വീണ്ടും ഞങ്ങള് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. ഒക്കെ ഒറിജിനൽ നമ്മളെ മുന്നിൽ വെച്ചിട്ട് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയൊരു കടയും കൂടിയിട്ടാ. ഉമ്മറത്ത് തന്നെ വണ്ടി നിർത്താനുള്ള സ്ഥല സൗകര്യമുണ്ട്.